ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ കൊല്ലാസിറ്റി വീട്ടിലാണുള്ളത്. ഇവിടുത്തെ പണിയൊക്കെ 2 ദിവസം കൊണ്ട് കഴിഞ്ഞു. ഇന്നലെ ഞാൻ ജോലി ചെയ്തില്ല, എനിക്ക് അത്രയും വയ്യായിരുന്നു. പനി പെട്ടെന്ന് തണുപ്പ് കടിച്ചിട്ട് പിന്നെ പനി കൂടി. പിന്നെ ഇപ്പോൾ ഓക്കെയാണ്, സെറ്റാണ്. പിന്നെ കാലുവേദനയൊക്കെ മാറിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് 2 ദിവസത്തെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, അത് മാറി. വേറെ പ്രശ്നമൊന്നുമില്ല. ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കായിരുന്നു, ദൈവമേ മാറണേത്. അങ്ങനെ അതൊക്കെ മാറി, ഇപ്പോൾ ഹെൽത്ത് ഓക്കെയാണ്. അപ്പോൾ നമ്മളിന്ന് രാവിലെ അപ്പമാണ് കേട്ടോ നമുക്ക്. അപ്പം അപ്പം ഉണ്ടാക്കുകയാണേ. ഇവിടെ ചാച്ചമ്മയ്ക്ക് മറ്റേ മിക്സിയൊന്നും ഇല്ലാത്തത് നമ്മൾ അപ്പുറം പോയി അരച്ചുകൊണ്ട് വന്ന് കേട്ടോ. അരച്ചുകൊണ്ട് വന്ന് എന്നിട്ടാണ് അപ്പം ചുടുന്നത്. എന്ന് ഈ പുട്ട് ഇട്ട് മടുത്ത് കേട്ടോ. അപ്പം ഇന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. വെറൈറ്റി അല്ല എങ്കിൽ പോലും ഞങ്ങൾ പുട്ട് ഇന്ന് മടുത്തുകൊണ്ട് ഇവിടെ അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ അപ്പം കോരി വയ്ക്കുകയാണേ. നമ്മുടെ വർഷങ്ങൾ പഴക്കമുള്ളൊരു ചട്ടിയാണ് കേട്ടോ. എൻ്റെ അമ്മയുടെ ഒക്കെ കുഞ്ഞിലത്തെ പൈലാത്തേക്ക് നമ്മുടെ ഈ മാവങ്ങനെ ഒഴിക്കുക. നന്നായിട്ട് പുളിച്ചില്ല. ഇത് ഏലിക്കുട്ടിയമ്മ വന്നിവിടെ നിൽപ്പുണ്ടേ. ഹായ്. അതെ, ഹായ്. ഇതൊന്നും ശരിക്കും കാണുന്നില്ലല്ലോ. ഹായ് ഹായ്. ഇപ്പം സെറ്റ്. ചായ തിളച്ച്, ചായ ദേ ഇവിടെ ചായ ഇട്ടേക്കുമായിരുന്നേ. അപ്പോൾ ചായ എടുക്കാനായിട്ട് വന്ന. ഓക്കെ, കൊണ്ടുപോക്കോ. അമ്മ പോയി ചായ ഊറ്റാൻ പോകും. അപ്പോൾ നമ്മൾ അടുത്ത വീട്ടിലൊരു ചേച്ചിയുടെ അടുത്താണ് പോകുന്നത്. ഞാൻ അല്ലാതെ നമ്മളങ്ങനെ പുറത്തൊന്നും പോയില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ ചേച്ചി വന്നിട്ട് എടുക്കാൻ ആളില്ല എന്ന് വരാമെന്ന് ചോദിച്ചപ്പം ഞാൻ അമ്മയും ചെല്ലാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ജോലിക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഞായറാഴ്ചത്തേക്ക് വേണ്ട ക്യാഷാണ്. അപ്പം ജോലിക്ക് പോയ സാലറി കിട്ടുന്ന 15-ാം തീയതിയാണ്. അപ്പോൾ 15-ാം തീയതി കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും എനിക്ക് ഞായറാഴ്ചത്തേക്ക് ക്യാഷ് അത്യാവശ്യമാണ്. ഞാൻ പറഞ്ഞില്ല ലോൺ അടയ്ക്കാണ്ടെന്ന്. അപ്പോൾ കുറച്ചെങ്കിലും ആയാൽ അത്രയാവില്ല. ഇതിപ്പം വീക്കെൻഡിൽ നമുക്ക് ക്യാഷ് കിട്ടും. ഡെയിലി വേജ് ആണല്ലോ. അപ്പോൾ നമ്മൾ പോകുന്ന കേട്ടോ. അല്ലാണ്ട് വേറൊന്നുമല്ല. നമ്മൾ എല്ലാ സിറ്റുവേഷനിലും നമ്മൾ പൊരുത്തപ്പെട്ട് ഇപ്പോൾ 10 പേരോട് ചോദിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമ്മളത് നമ്മുടെ ആരോഗ്യം വെച്ചിട്ട് മറ്റുള്ളവരോട് കടം ചോദിക്കുമ്പോൾ ഒന്നും ശരിയല്ല എന്നുള്ളൊരു മൈൻഡിലായതുകൊണ്ടാണ് ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതെന്തായാലും ആ ചേച്ചിയുടെ അടുത്തേക്ക് പോകുന്ന 8:30-ക്ക് പോകണം. ഇവിടെ ആകുമ്പോൾ നമുക്ക് പയ്യെ 8-9 മണിയൊക്കെ ഇറങ്ങിയാലും മതി. അതുപോലെ അല്ലല്ലോ മറ്റൊരു വീട്ടിലും ജോലിക്ക് പോകുന്നത്. അപ്പോൾ എന്തായാലും 8:30 പോകണം. അപ്പോൾ നന്നായിട്ട് അപ്പമൊക്കെ കഴിച്ച് വയറ് നിറച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ എന്തായാലും പോകാമല്ലേ. ഇവിടെയൊക്കെ നന്നായിട്ട് വെച്ച് വന്നു മുളച്ചു പറിച്ചിട്ടാൽ അത് ഇന്നും മുളച്ചു. അത് തീരില്ല. അത് ശരിയാ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ കാപ്പി കുടിച്ചോണ്ടിരിക്കുക കേട്ടോ. ഏലിക്കുട്ടി വരുമെന്നുള്ള പ്രതീക്ഷയില്ല. കപ്പയും തൊമ്മനക്കയും ഇട്ട് പുഴുങ്ങിയതും മീനുമായിരുന്നു കേട്ടോ. കാണിച്ചു തരാം കേട്ടോ. കപ്പയും തൊമ്മനക്കയൊക്കെ ഇട്ട് പണിതൊന്നുമില്ല, ഉണ്ടാക്കിയത് കേട്ടോ. ഞാൻ കാലൊക്കെ ഇരിക്കുന്നുണ്ടോ. ഇതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇരുന്നാണ് കാപ്പി കുടിക്കുന്നത്. ഇത്രയും കാട് പറിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ പണിത് തീർത്തതാണ്. അമ്മച്ചിയും ഏലിക്കുട്ടി ചേച്ചിയും പിന്നെ ഓമ ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ മിനിഞ്ഞാന്നത്തെ ഇടിവെട്ടലിന് ഉണ്ടായി വന്ന നട്ടക്കൂണ് ഉടമയ്ക്ക് കൈമാറാം. വേറെ ഉണ്ടാവുമല്ലോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത പണിയാനായിട്ട് പോകണം കേട്ടോ. ഏലിക്കുട്ടി ചേച്ചിക്കാണ് കേട്ടോ വാർത്തെടുക്കാൻ വന്നേക്കുന്നത്. ഇന്ന് എനിക്ക് കുറേ ആയിട്ട് ചക്ക തിന്നാൻ ഭയങ്കര കൊതി കേട്ടോ. ചക്ക അവിടെ എല്ലാം വീട്ടിലൊക്കെ ആണെങ്കിലും അങ്ങ് മണ്ടയിൽ കിടക്കുവാണേ. ഇവിടെ നോക്കിയപ്പോഴാണെങ്കിലും അങ്ങ് മണ്ടയിൽ കാണിച്ചു തരാവേ. അങ്ങ് മണ്ടയിൽ കിടക്കുന്നൊന്നും എത്തൂല പറിക്കാനായിട്ട്. മഴയും കൂടെ ആയതുകൊണ്ട് തെന്നി തെറിച്ച് കിടക്കുമല്ലേ. ഇനി അതിൻ്റെ ചക്ക ഇടാൻ കയറിയിട്ട് പിടച്ച് വീണ് ആ അവസ്ഥയായിപ്പോവും. അതുകൊണ്ട് അത് വിട്ട് കേട്ടോ.
ഇത്രയും കാട് പറിച്ചു കേട്ടോ. ഇവിടുന്ന് തൊട്ട് അവിടം വരെ പറിച്ചു. എന്നിട്ട് ദേ അവർ രണ്ടുപേരും റെസ്റ്റ് എടുക്കാനിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ കണ്ട, കാണിച്ചു തരാതെ ഹിന്ദി കണ്ടോ, അച്ചിൾ എല്ലായിടത്തും അച്ചിളാട്ടോ. ഈ മഴയത്ത് നമ്മൾ അച്ചിലിനെ പിടിക്കുമ്പോൾ ഇതൊക്കെ കുഴപ്പമില്ലേ, ശരിക്കും പറഞ്ഞാൽ അറപ്പാവും. പിന്നെ കണ്ട ഇതുപോലത്തെ പ്രാണികൾ. വേറെ എന്ത് വലിയ സാധനം വെച്ചാൽ പുഴുവൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. പുഴുവിനെ കണ്ടാൽ ഞാൻ കാണിച്ചു തരാം. വണ്ട്, പ്രാണി, പുഴു എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. ഓരോ പ്രാണികൾ കടിക്കുന്ന ഉറുമ്പ് ഭയങ്കര കേട്ടോ. ഉണ്ടോ ഇതുപോലത്തെ വലിയ വലിയ അച്ചിൾ. ഈ അച്ചിളില്ല, വേറൊരു അച്ചിലുണ്ട് കേട്ടോ. അതൊക്കെ കാണണം. അപ്പം ഇത് ആവണക്കിൻ്റെ മരമാണ്. ഇതിപ്പോൾ നമുക്ക് ഏലത്തിലിൻ്റെ ഇവിടെ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏലത്തിൽ വെയിലടിക്കാതിരിക്കും. അങ്ങനെ ഈ ആവണക്കിൻ്റെ ഇല, ആവണക്കിൻ്റെ മരം നട്ട് വച്ചേക്കുന്നത്. ഇത്തിരി കഷ്ടപ്പെട്ട് ഞാൻ പിള്ളേർ വളർത്തുന്ന പോലെ വളർത്തിയെടുത്തു. അസുഖം വന്നാലും രണ്ടെണ്ണത്തിന് ഒന്നിച്ച് വരുന്നേ. അയ്യോ, വലിയ മഴയ്ക്ക് ചാൻസ് ഉണ്ട്. അതിന് മുന്നേ കുറച്ച് ഒത്തിരി പാടെല്ലാം തീർന്നു കേട്ടോ. നമ്മുടെ വീട്ടിലെടുക്കുന്ന പോലെയല്ല, വീട്ടിൽ അത്രയും ചപ്പില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇത് ഇഷ്ടം പോലെ പറിക്കാനുണ്ട്. വേർത്ത് കുളിച്ചു. അത് വേഗം തീരും കേട്ടോ. കുറേ പറിച്ചു. ഇവിടെ പശുവൊക്കെ ഉണ്ടെങ്കിൽ സുഖം കേട്ടോ. ഇഷ്ടം പോലെ പുല്ലായി. കാണിച്ചിറക്കത്തിൽ പറിച്ച് ഞങ്ങൾ ഇട്ടേക്കുന്നത്. ഇന്ന് ഇട്ടേക്കുന്ന ഇതല്ല കേട്ടോ. തടിയിലൊക്കെ ഉണ്ടാകുന്ന ഒരു സൈസ് കൂണാണേ. പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. അതിൻ്റെ വേറൊരു മോഡൽ ഇത് കണ്ടോ, കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ. ഇഷ്ടം പോലെ ഉണ്ട്. എവിടെ നോക്കിയാലും അച്ചിലും പ്രാണികളുമാണ്. ഇതുണ്ടോ, ഉണണ്ടില്ലേ, പുഴുവൊക്കെ ഉണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള സാധനം പാമ്പ്. പിന്നെയും പേടി കുറവാണ്, പുഴു കേട്ടോ. പുഴുള്ള പക്ഷേ ഓരോ സാഹചര്യങ്ങളിൽ നമ്മളെ എന്താ പറയുക, പുഴുവിനെ ഒരു എടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഓടുമായിരുന്നു. പിന്നെ അടുത്ത ആ ഭാഗത്തേക്ക് വരില്ലായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഒരു പ്രായം ചെല്ലും തോറും നമുക്കൊരോ മാറ്റങ്ങൾ വരുമല്ലേ. ഭയങ്കര വെയിലായേ. പിന്നെ ഇതേണ്ട ഈ ഏലമൊക്കെ നിൽക്കുന്നത് ഭയങ്കര ഹൈറ്റ് ഉള്ള പള്ളയുടെ ഇടയ്ക്കാണ്. കുറേ പേര് വെച്ച് കവാത്ത എന്താണ്, നമ്മൾ കവാത്തെടുക്കുന്നത് ഏലം. ഇതാണ് കാണിച്ചത്. ഇതാണ് നമ്മുടെ ഏലം. നല്ല വൃത്തിയാക്കി എടുത്തേക്കുന്ന നല്ല പുതിയ തൈ കേട്ടോ. അപ്പോൾ കൂടുതലും കായൊന്നും വരാൻ തുടങ്ങിയിട്ടില്ല. ഇതുപോലെ വൃത്തിയാക്കി എടുക്കണം. അത് ഈ കാണുന്നുണ്ടല്ലേ, ഇത് നമ്മൾ വൃത്തിയാക്കാത്തൊരു ഏലമാണേ. ഈ ഏലത്തിന് കണ്ടോ അവിടെ ഇവിടെയൊക്കെ പഴുത്ത ഇല, പിന്നെ കൊള്ളില്ലാത്ത തട്ട, ഒടിഞ്ഞ തട്ട, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ പറിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഉള്ളിൽ ചപ്പൊക്കെ ഉണ്ട്. ചപ്പൊക്കെ ഉണ്ടാവും. ആ ചപ്പൊക്കെ പറക്കിയെടുക്കണം. എന്നിട്ട് ഈ ചുറ്റുമുള്ള ഈ ഇതുപോലത്തുള്ള പള്ളകളൊക്കെ പറിച്ചിട്ട് നല്ല ക്ലീനാക്കി എടുക്കുന്നതിനാണ് നമ്മൾ കവാത്ത് എന്ന് പറയുന്നത്. കവാത്തെടുത്ത ശേഷമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് മരുന്നൊക്കെ ഒഴിക്കുന്നത്. ഏലക്കുള്ള മരുന്നുണ്ട്, പൂവിനുള്ള മരുന്നുണ്ട്, കായ്ക്കുള്ള മരുന്നുണ്ട്, തണ്ടിനുള്ള മരുന്നുണ്ട്. അപ്പോൾ ഏലത്തിന് കൂടുതലും ഇത്ര തരത്തിലുള്ള മരുന്നൊക്കെ ഒഴിച്ചിട്ടാണ് സെറ്റാക്കി എടുക്കുന്നത്. 1 മണിയുടെ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ 3 മണി വരെ 2 മണിക്കൂറുള്ള പണിയുണ്ടോ? ഇപ്പം തന്നെ തീരും കേട്ടോ. ഇത് ഇത്രയും കൂടെ ഉള്ളൂ. അപ്പോൾ ഇതൊരു 10-15 മിനിറ്റ് കൊണ്ട് പറിച്ചു തരും. 3 നേരമുള്ളതുകൊണ്ട്. ഇതൊക്കെ പുതിയ ഏലമായിരിക്കും അല്ലേ അമ്മേ? പുതിയതായതുകൊണ്ടാട്ടോ ഇതിൻ്റെ അകത്ത് കൂടുതലും കായൊന്നും ആവാത്ത. വള്ളിയൊക്കെ വള്ളി കായ് വരുന്നുണ്ടോ? വള്ളി കായ് വരുന്നതേ ഉള്ളൂ ഇതിൻ്റെ അകത്തോടി. ഞാനും പണിയട്ടെ. നമ്മളൊരാൾക്ക് പണിയാൻ വന്നിട്ട് നിന്ന് വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ. കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, വർത്താനം പറഞ്ഞ് വീഡിയോ എടുത്തിരുന്ന സമയം പോവല്ലേന്ന്. അപ്പം നമുക്ക് സമയം പോകണം. നമുക്ക് കുറച്ച് 2 മിനിറ്റ് നിൽക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്തത്. വേറെ ഒരാൾക്ക് നമുക്ക് ചാച്ചിയമ്മയ്ക്ക് ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. വേറെ ഒരാൾക്ക് പണിയാൻ വന്നിട്ട് ഇങ്ങനെ മിണ്ടിക്കൊണ്ടിരുന്നാൽ ശരിയല്ലല്ലോ. അപ്പോൾ എന്തായാലും ഞാനും വേഗം പണിയട്ടെ അല്ലേ മാ? ഓക്കെ. ഓമന ചേച്ചി അവിടെ നിന്ന് പണിയുന്നുണ്ടേ. ഞാനും സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പോൾ എൻ്റെ വേഷം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടും. ഇത് ചാച്ചിയമ്മയുടെ ഡബിളാട്ടോ. ഉണ്ടോ? ചാച്ചിയമ്മയുടെ ഡബിളും ചാച്ചിയമ്മയുടെ ആ ഡബിൾ നല്ലല്ലോ. ഇന്നെന്താ പറയുന്നത്? മുണ്ട്, കൈലി കാവി. അതെ, കാവി മുണ്ട്. ഇതെടുത്തതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡ്രസ്സില്ലായിരുന്നു. ഞങ്ങൾ ഇന്നലെ പോകാൻ വരുന്നതായിരുന്നു. അപ്പോൾ ആണ് എലിക്കുട്ടി ചേച്ചി വന്നപ്പോൾ പറഞ്ഞ് ഇന്നൊരു ദിവസം
കവാത്തെടുക്കാൻ കൂടാന്ന് ചോദിച്ചു അമ്മയോട്. അപ്പോൾ ഞാനും വിചാരിച്ചെന്നാൽ ഞാനും പോരാന്ന്. അങ്ങനെ ഞാനും പോന്നാട്ടോ. അതുകൊണ്ട് ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവിടുന്ന് വണ്ടി കയറി നമ്മുടെ വീടിൻ്റെ അവിടെ ഇറങ്ങുന്നു. തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും വണ്ടിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കണ്ടില്ലേ, കുറേ എടുത്ത് മുള്ളൊക്കെ കുത്തിക്കയറിയിരിപ്പുണ്ടേ. കണ്ടോ, ഇവിടെയൊക്കെ മുറിഞ്ഞ്. അപ്പോൾ അവരവിടെ പണിതുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഒരു സൈഡിൽ പറിച്ചങ്ങ് തീർത്ത് കേട്ടോ. ഒന്നും ആകലായിരുന്നല്ലോ. എന്നെ പോലെ വലിയൊരു പണിക്കാരി. അതെ അതെ, ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ പണിതില്ല. നിങ്ങൾ സീനിയേഴ്സ്, ഞാൻ ജൂനിയർ അല്ലേ. അങ്ങനെയല്ല, ഞങ്ങൾക്ക് പറ്റിയല്ലോ ഇപ്പോൾ നിങ്ങളെ പണിയുണ്ട്. അടുത്ത തലമുറ ഇവരൊന്നും ഇറങ്ങൂല. ബംഗാളികളെ വെച്ച് പിന്നെയും പണി ഇവരുടെ മക്കളായി കഴിയുമ്പോൾ ഒട്ടും പണിയല്ല. അതിന്റെ മക്കളായി കഴിയുമ്പോൾ പിന്നെ ഡിജിറ്റൽ യുഗ. ഏലക്ക വരെ ഡിജിറ്റലായിട്ട് റോബോട്ടിനെ കൊണ്ട് എടുപ്പിക്കും. എല്ലാ ഹിന്ദിക്കാരെ വിളിക്കും. അത് തന്നെ, അവര് രക്ഷപ്പെടും. ഹിന്ദിക്കാർ ഇവിടെ വന്ന് പൈസ ഒക്കെ ഉണ്ടാക്കി അവിടെ ചെന്ന് രാജാവിനെ പോലെ ജീവിക്കുന്നത്. അതെ, മലയാളികൾ അന്നും ഇതെങ്കിലും അത് തന്നെ, മുതലാളി കളിച്ച് നിൽക്കും. എന്നിട്ട് പുറത്തു പോയി പട്ടിപ്പണി ചെയ്യും. സ്വന്തം രാജ്യത്ത് പണിയാനാ മടി മലയാളികൾക്ക്. എല്ലാ പണിയും ഒതുങ്ങി കേട്ടോ. കണ്ടോ, ഇതുപോലെ എല്ലാ ഏലവും വൃത്തിയാക്കിയിട്ട് ഇങ്ങനെയൊക്കെ ചപ്പ് കൂട്ടി ലാസ്റ്റ് പണിയിൽ അവർ കേട്ടോ. ഒന്നുമില്ല. ചെരുപ്പൊക്കെ മണ്ണൊക്കെ കുത്തി പോകാൻ നിൽക്കും. അപ്പോൾ പണി എങ്ങനെയായി തീർന്നല്ലേ? പണി എങ്ങനെ തീർന്നു? രണ്ട് മരുന്ന് അടിക്കുന്നുണ്ട്. ചെരുപ്പ് കൈ പിടിച്ച് കയറാം. എല്ലാം കൂടെ ഒന്ന് കുത്തിത്തരുമോ? ചെരുപ്പ് കൈ പിടിക്കുന്നു. കാലിൻ്റെ പോലെ നീരാത് നോക്കി. ഇന്നലെ കടുക്കാപ്പൊട്ടരും കടിച്ചതാ. ഇത് ശരി, കത്തി കയ്യിലില്ല പോലും. ഒന്ന് ചെയ്ത് താമ സ്നേഹമുള്ള അമ്മമാരങ്ങനെ. ഒത്തിരി സ്നേഹമൊന്നുമില്ല. സ്നേഹമില്ലേ? ദൈവമേ, ആൾക്കാർ കേൾക്കുമല്ലോ. മാങ്ങാപ്പഴം തിന്നാൻ തോന്നുന്നു. ഇത് ഞാൻ ആ കളയെടുത്തപ്പോൾ കുട്ടി മാവേതൊരു മാങ്ങ അടിയോ വലിയ കൃഷിണ്ടാക്കി. നഖം നീട്ടിട്ട് നഖത്തിൻ്റെ അവസ്ഥ കണ്ടോ. ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് കോട്ടക്സൊക്കെ ഇനി ഇടണം. നെയിൽ പോളിഷ്. പോവാ ഇങ്ങോട്ടെ കത്തി കൊടുത്തേക്കണോട്ടൊന്ന്. ചക്കൻ നമ്പറത്തെ കത്തിയ ഇന്നലെ മേടിച്ചതാ, കൊടുക്കാം. അങ്ങനെ ഇന്നത്തെ പണി കഴിഞ്ഞു. 2:30 ആയപ്പോഴത്തേക്കും പണി തീർന്നു. അയ്യോ, ആഞ്ഞു പിടിച്ചതാട്ടോ അല്ലേ? ആഞ്ഞു പിടിച്ച് തീർത്ത്. മുടിയൊക്കെ ഇരിക്കുന്ന നോക്കി. അയ്യോ, എന്നെ കണ്ട അസല് ബംഗാളികളെ പോലെ തന്നെ ഉണ്ടല്ലേ. സത്യമായിട്ട് ബംഗാളി പിള്ളേരെ പോലെ. ഓ, ബംഗാളികളാണ് തന്നെ. അവർ നല്ല അതുപോലെ അധ്വാനിച്ച് ജീവിക്കുന്നവർ. ഞങ്ങൾ വീട്ടിൽ വന്നു കേട്ടോ.
പെയ്യുന്നു, ഞാൻ എടുക്കാം. അതെ, ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ട് ആ കൊക്കോക്ക കേട്ടോ, അത് വെയിലില്ലാത്തതുകൊണ്ട് ചെറുതായിട്ട് പൂത്ത് തുടങ്ങി. കുഴപ്പമില്ല. തുണി അങ്ങ് എടുത്തിടാം. ആ ശരിയാ. അങ്ങനെ ഞാൻ അമ്മയും തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ചാച്ചിയമ്മ അതെ. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. അപ്പം അതിന് മുന്നേ ഒരു പരിപാടി ഉണ്ട് കേട്ടോ, അതും കൂടെ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ച്. നമുക്ക് രാത്രിയാണേ. അപ്പം ആദ്യം ഈ സാധനം പൊക്കണം. ആ, ഇതിങ്ങനെ അങ്ങ് വെക്കണം. അങ്ങനെ മതിയോ? വെച്ചിട്ട് കാണിച്ചു തരാം. കാര്യം നിസ്സാരാട്ടോ. നിസ്സാരമൊന്നുമല്ല, ഭയങ്കര ഇതാ. ഞാൻ പറ്റില്ല. അങ്ങനെ ഞാൻ പിടിക്കണോ? എൻ്റെ മോനെ കൈ പുറത്ത് പിടിക്കുക. ചെന്ന് പിടക്കാന്ന് വീഴരുത് പെണ്ണേ. എൻ്റെ അപ്പ വയ്ക്കാൻ പറഞ്ഞ് വയ്ക്കുകയും ചെയ്തു. എന്നിട്ട് ഞാനോട് പിടിക്കാടി. ചാച്ചത് പിടിച്ചേ. എവിടെ പിടിക്കാനൊന്നും ഇല്ല. സാധനം വെച്ചോ ഇട്ട്. ഇതിനെന്തോ ഇത് പറ്റിയിട്ടുണ്ട്. ഇത് അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കേണ്ടതാ. എൻ്റെ അവിടെ ആ ഭാഗത്ത് എന്തോ പറ്റിയത്. അത് നമ്മൾ 3-4 ദിവസം 3 ദിവസം ഉണ്ടായിരുന്നു അല്ലേ. ഇന്നോടെ കുട്ടി 3 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ കാവാത്തെടുത്തു, കുട്ടി ചേച്ചിക്ക് കാവാത്തെടുത്തു. തിരിച്ച് വീട്ടിലേക്ക് പോകാട്ടോ. അപ്പോൾ ഇതേലും കുട്ടിയമ്മ ചാച്ചമ്മയുണ്ട്. സമയം 4:4 കഴിഞ്ഞു. 4:45 ബസ്. നമ്മൾ പോട്ടെ, ഞങ്ങൾ പോവാട്ടോ. ഇനി യാത്ര പറച്ചിലില്ല. ഓ, നടന്നങ്ങ് പോകാൻ പയ്യെ. അതെ, ഞാൻ തന്നെ പോക്കായി പോവാട്ടോ. പോണേ. ഓ ചെളി, കാലേ മുഴുവനും ചെളി കേട്ടോ. എൻ്റെ നഖത്തേല് മറ്റേ കൂട്ടക്സ് തേച്ചൊക്കെ കഴുകി നോക്ക്. കാട്ടിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നു. പറയാ ആദ്യം ചോദിച്ചാൽ പണിയാക്കുന്നത്. പോവാ. നാളെ എനിക്ക് എറണാകുളം വരെ പോണം. വേണ്ട, എനിക്ക് വേണ്ട. എന്നെ മധുരമില്ല. ആ, എൻ്റെ കാതെ കിടക്കുന്ന കമ്മലുകൾ ഇജിമോള് തന്നാണ് കേട്ടോ. ചെന്നപ്പോൾ തന്നതാ. ആ, എടുത്തില്ലെങ്കിൽ ഇനി വരുമ്പോൾ എടുക്കാം. ഇജിമോള് കുറേ കമ്മലൊക്കെ തന്നേ. ആരോ വന്നപ്പോൾ കാണാൻ വന്നപ്പോൾ കൊണ്ടുവന്നാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് എടുത്തോളാൻ പറയാം. അപ്പം ഞാൻ 2-3 കമ്മലങ്ങ് എടുത്തു. മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ മാങ്ങ, പാഷൻ ഫ്രൂട്ട് ഒക്കെ വീണ് കിടപ്പുണ്ട്. ഇത് നീല പാഷൻ ഫ്രൂട്ടാട്ടോ. ഇത് മരം എവിടെ? ആ, ഇത് ചക്കയൊക്കെ നമുക്ക് മാത്രം അവിടെ ഇല്ലാത്തത്. വരുവാ. ഉണ്ട്, അത് ഞാൻ പിടിക്കാൻ കുറച്ച് നേരം ഉണ്ട്. നല്ലതാണോ? ഇതിന് കനവയില്ലല്ലോ. കല്ല് രണ്ടെണ്ണോ? ആ, എന്നിട്ട് അമ്മയ്ക്ക് തരാം അല്ലേ? ആ, ഇവിടെ എത്തി. മാങ്ങാത്തൊട്ടിയിലെത്തിയിട്ടുണ്ട് കേട്ടോ. നേരെ വീട്ടിൽ പോയി ഫുഡൊക്കെ ഉണ്ടാക്കണം. ശേഷം കിടന്നുറങ്ങുന്ന മല്ലൻ പണിയായിരുന്നു. അതുകൊണ്ട് സുന്ദരനാണോ ഈ ഇരിക്കുന്നേ? എന്താണ് ഒരു ഇരുത്തമൊക്കെ? വന്നാ ചോദിക്കട്ടെ. ഇങ്ങോട്ട് വന്നേ. വഴക്ക് കൂടിയോ? നീ എന്തിനാടാ എൻ്റെ അമ്മയോട് വഴക്ക് കൂടിയത്?
ഇതിന്റെ മോനെ എൽസി ഒരു പൊതിയും പിടിച്ചോണ്ട് വരുവാ. അപ്പൊ എൽസി ഞാൻ ഒന്നും ഇല്ല ചേച്ചിയുടെ കയ്യില്. ഇവിടെ ഇല്ലാന്ന് എൽസി പറഞ്ഞു. ഇല്ല മോനെ, അതുകൊണ്ട് എന്റെ അടുത്തേക്ക് ചാടി ഒന്നും ഇല്ലടാ. എന്റെ അടുത്ത് ചാടി വരുമോ? വഴക്കൂടെ എന്നോട് പോകാൻ പറഞ്ഞു. ഞാൻ പോയാലല്ലേ എൽസിയെ കൂടി എന്നോളൂ. അതാണോ കോഴി വേസ്റ്റ് അങ്ങോട്ട് കൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അതാന്ന് പറഞ്ഞാ പുള്ളി എന്നോട് വഴക്കൂടുന്നത്. അയ്യോ പോവാ. ടാറ്റാ. ഭയങ്കര സ്നേഹമാട്ടോ. പോണേ. ഇന്നടാ ചേച്ചി പോട്ടെ. നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ 1.5 പണിയുണ്ട്. ഒരു ചെറിയ സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അതെന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് നമ്മുടെ ഏലിക്കുട്ടി ചേച്ചി, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ചേച്ചിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ചേച്ചിയുടെ പറമ്പിലാണ് നമ്മൾ പണിയാൻ പോയത്. നല്ല പണിയുണ്ടായിരുന്നു, നല്ല കാടുണ്ടായിരുന്നു കേട്ടോ പറിക്കാനായിട്ട്. നമ്മൾക്കൊപ്പം ഉണ്ടായിരുന്ന കാടായിരുന്നു. അതൊക്കെ പറിച്ച് സെറ്റായി. അപ്പോൾ അത് പറിച്ചതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഇവിടെയൊക്കെ മുറിവ്, പിന്നെ എന്താ പറയുക, ചെറിയ ആരുകൾ കയറിയിരിക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്ത കാര്യം എൻ്റെ അമ്മ പോലുള്ള ഇങ്ങനെ തോട്ടത്തിലൊക്കെ പണിയുന്ന അമ്മമാരൊക്കെ ചെയ്യുന്ന കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ശരിക്കും, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞാൽ എനിക്ക് അവരോട് പ്രത്യേക റെസ്പെക്റ്റ് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ഏതാണ്ടൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ചെരുപ്പ്. അപ്പോൾ എന്താ പറയുക, അപ്പം നമ്മുടെ ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. എത്രയൊക്കെ പ്രശ്നമാണെങ്കിലും നമ്മുടെ ജീവിതം, ഈ ചെറിയ കുഞ്ഞു ജീവിതം നമ്മൾ ഒരുപാട് സന്തോഷത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മളങ്ങനെ പെട്ടെന്ന് തളർന്നു പോകാൻ പാടില്ലല്ലോ. നമ്മളെപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നല്ല വലിയ വലിയ സന്തോഷങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് അതൊരു മൈൻഡാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം നമ്മൾ ഇന്നൊരു സാധനം ഉണ്ടാക്കാൻ പോകുന്ന പറയില്ലേ, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം എന്തായാലും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. ഇതും കാണണം വീഡിയോ ലാസ്റ്റ് വരെ. ഇതെല്ലാം ലാസ്റ്റ് വരെ കണ്ടിട്ടാണ് നിങ്ങൾ ഈ എൻ്റെ വർത്തമാനം കേൾക്കുന്നതെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാനും മറക്കരുത്. കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരെ ഓക്കെ, ബൈ.